ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു DBS World. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നോർത്ത് വെയിൽസിലെ ലഡുനോളാണ് കേട്ടോ. പലരും പല രീതിയിലാണ് ഇത് പറയുന്നത്. ഞങ്ങളിവിടെ സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേസ് ഞങ്ങൾ മാഞ്ചസ്റ്ററിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. 2 hours ട്രാവലിംഗ് ആയിരുന്നു. ആക്ച്വലി ദിയാറുടെ ബർത്ത്ഡേ ആയിരുന്നു ലാസ്റ്റ് വീക്ക്. അത് പ്രമാണിച്ചാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾ ആക്ച്വലി ലാസ്റ്റ് വീക്കാണ് വരാനിരുന്നത്, പക്ഷേ നമുക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വീക്കെൻഡിലോട്ട് മാറ്റി വെച്ചു. അങ്ങനെയാണെങ്കിൽ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു DBS World. അങ്ങനെയാണെങ്കിൽ പോയാലോ? Come on guys. അപ്പോൾ ഗായ്സ്, നമ്മുടെ ജേർണി ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. നമ്മൾ ക്യാബാണ് ബുക്ക് ചെയ്തത്. ക്യാബ് വന്നിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹോട്ടൽ വരെ ഒരു ഹാർഡ്ലി 10 minutes യാത്രയുള്ളൂ കേട്ടോ. പിന്നെ ലണ്ടൻഡോ എന്ന് പറയുന്ന ഒരു സീ സൈഡാണ്. അപ്പോൾ നമ്മുടെ യാത്രയിലാണ് നമുക്ക് കാണാൻ പറ്റും കുറേ സീനിക്കായിട്ടുള്ള വ്യൂസ് ആയിരുന്നു. പിന്നെ നമ്മൾ താമസിക്കാൻ പോകുന്നത് ദ ഗ്രാൻഡ് ഹോട്ടലിലാണ്. പപ്പ വർക്ക് ചെയ്യുന്ന ഹോട്ടലിലെ ഇവിടുത്തെ ബ്രാഞ്ചിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. പിന്നെ ഗൈസ്, നമ്മൾ ഹോട്ടലിൽ എത്തിയപ്പോഴത്തേക്കും ഒരു 8 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്ര തിരക്കുണ്ടായില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് വേഗം കയറി. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. ഒരു സിമ്പിൾ റൂമാണ് കേട്ടോ. ഈ റൂമിലിരിക്കുമ്പോൾ നമുക്ക് 2 റൂമിലിരിക്കുന്ന പോലെ ഒരു ഫീലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ ഇവിടെ ഒരു പാർട്ടീഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു 2 റൂമുള്ള പോലെ ഒരു ഫീലായിരുന്നു ഗൈസ്. പിന്നെ ഗൈസ്, നമ്മളുള്ളത് -1 ആണ് നമ്മുടെ ഫ്ലോറ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. നല്ല വ്യൂ ആണ് ഗൈസ്. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഇത്രയും ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂ ആണിരുന്നത്. ഇത് കണ്ടതിന് ശേഷം നമുക്ക് വെളിയിൽ പോകാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫ്രഷ് ആയിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്തായിരുന്നെന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങുക എന്നുള്ളതായിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു കടലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വെളിയിലോട്ട് ഇറങ്ങി ആ കടലിൽ അങ്ങോട്ടൊക്കെ ഒന്ന് പോകാൻ തോന്നി. അതാണ് നമ്മൾ വേഗം ഡ്രസ്സ് മാറി ഇറങ്ങിയത്. ഇപ്പോൾ സമയം എന്തായിരുന്നെന്ന് വെച്ചാൽ 9 മണിയായി. അതാണ് ഗൈസ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ UK എന്നൊക്കെ പറയുമ്പോൾ സമ്മർ ആകുമ്പം ഇവിടെ 9 മണി ആയാലും അങ്ങനെ ഇരുട്ടത്തില്ല. വെളിച്ചം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇപ്പം തന്നെ അങ്ങ് ഇറങ്ങി അങ്ങോട്ടൊക്കെ ഒന്ന് പോയേക്കാം എന്ന്. ഇപ്പോൾ ഗൈസ് നോക്കിയാൽ അറിയാൻ പറ്റി ഇവിടെ ഒറ്റ മനുഷ്യല്ല, ആകെ കുറച്ച് പേരെ അവിടെ ഉള്ളൂ. പിന്നെ ഇവിടെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു ഗൈസ്, പിള്ളേർക്ക് പറ്റിയ റൈഡ്സൊക്കെ. പക്ഷെ അതൊക്കെ ഇപ്പം സമയം വൈകിട്ടായതുകൊണ്ട് ഇപ്പം അതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ കുറേ ഫുഡ് കോർട്ട്സ് ഒക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഇത് നല്ല കാറ്റുണ്ട് ഇവിടെ. ഈ ലഡുനോ എന്ന് പറയുമ്പോൾ ഭയങ്കര കാറ്റാണ് ഗൈസ് ഈ ഒരു സ്ഥലത്ത്. പിന്നെ നമ്മളവിടെ കുറേ നേരം നിന്ന് എൻജോയ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളവിടെ നിന്നു. അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മൾ പോകുന്നത് ലഡുനോ പിയറിലോട്ടാണ്. ഇത് നമ്മുടെ ഹോട്ടലിൽ തൊട്ടടുത്താണ് ഇരുന്നു ഗൈസ്. പിന്നെ ഇത് എന്ന് പറയുമ്പോൾ വുഡിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്കൊക്കെ ഇത് കണ്ടപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു ഫീലായിരുന്നു. ഇത് 2 വർഷം കൂടിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഗൂഗിളിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഇതിൻ്റെ കുറേ ഹിസ്റ്ററി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കാം. ഇപ്പം ലഡുനോ പിയർ ആണ് ഗൈസ് ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻ. മോസ്റ്റ് ഓഫ് ദ ടൂറിസ്റ്റ് ഇവിടെ വരുന്നത് തന്നെ ഈ ഒരു ലഡുനോ പിയർ കാണാനായിട്ടാണ്. ഇപ്പം ഇവിടെ അത്ര തിരക്കൊന്നും ഇല്ല, കാരണം ഇവിടെ വൈകുന്നേരം 9 മണിയൊക്കെ ആയല്ലോ. പക്ഷെ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ എത്ര ടൂറിസ്റ്റ് ആൾക്കാരാണ് ഇവിടെ വരുന്നതെന്ന്. പിന്നീട് നമ്മളിവിടെ കുറേ നേരം നമ്മളിവിടെ ഇങ്ങനെ ചിപ്സൊക്കെ കഴിച്ച് നിന്നു. അവിടെ അത്ര തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്കതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം നമുക്കവിടെ സമാധാനത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഗൈസ് നമ്മൾ ഈ ഒരു ജെയിൻ വീല് കണ്ടത്. ഫസ്റ്റ് നമ്മൾ കയറണ്ടെന്നാണ് വിചാരിച്ചത്, കാരണം നമ്മൾ സ്കോട്ട്ലാൻഡ് പോയ സമയത്ത് ഇതിനെക്കാട്ടിലും ഹൈറ്റിൽ പോകുന്ന ജെയിൻ വീലാണ് നമ്മൾ കയറിയത്. അപ്പോൾ ഇത് ഇത്തിരി ചെറിയ ജെയിൻ വീലാണ്, അത്ര ഹൈറ്റിലല്ലേ ഇത് പോകുന്നത്. അപ്പോൾ നമ്മൾ കയറണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നീട് ഇതൊരു സീ സൈഡിൽ, അപ്പം വ്യൂ എങ്ങനെ ആയിരിക്കും എന്ന് അറിയാനായിട്ട് നമ്മൾ കയറിയതാണ്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഞാനും അമ്മയും ദിയാരയാണ് ഇതിൽ കയറിയത്.
അതിനുശേഷം ഗൈസ് നമ്മളൊരു ജർമ്മൻ ഫുഡ് കോർട്ടിൽ നിന്ന് ഞങ്ങൾ ഹോട്ട് ഡോഗ് മേടിച്ചിട്ടുണ്ടായി. അപ്പം തൊട്ട് ഈ സീഗൾസ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് നമ്മളിത് ഈ ഒരു സംഭവത്തിൽ കയറി. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു നാരോ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് കടലിലേക്ക് ഇട്ടിരിക്കുന്നതായിരുന്നു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നടുക്ക് നിൽക്കുന്നതും നമ്മുടെ രണ്ട് സൈഡിലും ഇങ്ങനെ വെള്ളം നിൽക്കുന്നതും അത് നല്ല രസമായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ്, ഇറ്റ്സ് ഡിന്നർ ടൈം. നമ്മളിപ്പോ വെളിയിൽ ചെന്നിട്ട് വന്നതേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും ഫ്രഷ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. നമുക്കുള്ള വെള്ളവും എല്ലാം നല്ലൊരു വൈബാണ്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ് നമ്മുടെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ കോക്കനട്ട് റൈസും ചിക്കൻ ചുക്കയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നല്ല വിശന്നിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം ഭക്ഷണം കഴിച്ച് കിടക്കാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പൊ ഇന്നാട്ടോ ഡേറ്റ്. അതെ ഗൈസ്, ഇന്നലെ നമ്മൾ ഭയങ്കര ലേറ്റ് ആണ് നമ്മൾ ഹോട്ടലിൽ വന്നത്. അപ്പൊ ഇന്ന് നമുക്ക് കുറെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, കുറെ സ്ഥലം കാണാനുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം വേഗം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. Come on guys. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ പപ്പ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൻ്റെ ലണ്ടനിലത്തെ ബ്രാഞ്ചിലാണ് നമ്മൾ താമസിക്കുന്നതെന്ന്. അപ്പോൾ നമുക്കറിയായിരുന്നു എന്തൊക്കെയായിരിക്കും ഫുഡെന്ന്. കാരണം നമ്മൾ ലണ്ടനിൽ ചെന്നപ്പോഴും എഡിൻബ്രയിലും ചെന്നപ്പോഴും നമ്മൾ പപ്പ വർക്ക് ചെയ്യുന്ന ഹോട്ടലിലത്തെ അവിടുത്തെ ബ്രാഞ്ചിലാണ് താമസിച്ചത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ് നമ്മൾ എടുത്തത്. ഇങ്ങനെ സോസേജ്, മഷ്റൂംസ്, അങ്ങനത്തെ ഫുഡൊക്കെ. പിന്നെ ഇവിടെ ഞാൻ ഇത്തിരി വെറൈറ്റി ആയിട്ടാണ് എടുത്തത്. ഈ ഒരു ഓട്സ് വിത്ത് ഹണി ആയിരുന്നു കേട്ടോ. സോ ഗായ്സ്, ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഗ്രേറ്റ് ഓർമിഡ് റാമിലോട്ടാണ്. സോ ഗായ്സ്, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ തന്നെ. പക്ഷേ അത് വോയിസ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡബ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് തന്നെ ഒന്നും മര്യാദക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. സോ ഗായ്സ്, അതിനെ പറ്റിയുള്ള ഹിസ്റ്ററി നമുക്ക് ഇനി ട്രാമിൽ കയറിയിട്ട് കൂടുതൽ അറിയാം. അപ്പോൾ ദേ ഗായ്സ്, നമ്മൾ ദേ ഗ്രേറ്റ് ഓർമിഡ് ട്രാമിൽ കയറി. നമ്മളായിരുന്നിട്ട് ഇതിൽ ആദ്യം കയറിയത്. നമ്മൾ ഫസ്റ്റ് ഇത് 10 മണിക്കാണ് ഇത് തുടങ്ങുന്നത്. നമ്മളാണ് ഇവിടെ ഫസ്റ്റ് എത്തിയത്. നമ്മൾ ബില്ലടിക്കുമ്പോൾ തന്നെ ഇവിടെ കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗായ്സ്, ഇതും ലണ്ടനിലത്തെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് കേട്ടോ. ഇത് കയറാനായിട്ട് കുറേ പേര് വരും. പിന്നെ ഇതൊരു കേബിൾ അറ്റാച്ച്ഡ് ട്രാമാണ്. അപ്പം നമ്മളിങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ മുകളിൽ നിന്ന് താഴത്തോട്ട് ട്രാം വരുന്നുണ്ടാവും ഇതേപോലെ. ഇതിന് രണ്ടിൻ്റെ കൺട്രോള് സെൻട്രലിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നീടും അവിടെ നിന്ന് വേറൊരു ട്രാം പിടിച്ചാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. പിന്നെ ഗായ്സ്, നമ്മളൊരു 1.5 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ സമ്മിറ്റിലെത്തിയത്. ഗായ്സ്, സമ്മിറ്റിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞാൽ നമ്മൾ വേറെ ഏത് ലോകത്തെത്തിയതുപോലെയാണ്. ട്രസ്റ്റ് മീ, ലൈക്ക് അവിടുത്തെ ആ ഒരു സീനറിയും ആ കാറ്റും എല്ലാം അടിപൊളിയായിരുന്നു ഗായ്സ്. നിങ്ങളത് എപ്പോഴെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അവിടെ പോകുകയാണെങ്കിൽ. അടിപൊളിയായിരുന്നു ഗായ്സ്. പിന്നെ അവിടുത്തെ കാറ്റെന്ന് പറയുമ്പോൾ നമ്മളെ പറത്ത് കൊണ്ടുപോകുന്ന പോലത്തെ ഒരു കാറ്റായിരുന്നു. പിന്നെ ഗായ്സ്, നമ്മൾ സമ്മിലെ ഏറ്റവും ടോപ്പിൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ കയറി എൻ്റെയും ദിയാറുടെയും ഫ്രണ്ട്സിന് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ മേടിച്ചു. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കോഫിയും കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ ഗൈസ്, ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഞങ്ങൾ മോളിൽ പോയ സമയത്ത് ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയം നമ്മൾ കേബിൾ കാറിൽ നിന്ന് വരാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അന്ന് ഭയങ്കര കാറ്റായിരുന്നുകൊണ്ട് അവർ കേബിൾ കാറിൽ സർവീസ് ഇല്ലയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രാമിലാണ് തിരിച്ചു വന്നത്. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഗൈസ്. കാരണം അത് ബ്രിട്ടനിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയ കേബിൾ കാറാണ്. പിന്നെ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് വീണ്ടും ഇറങ്ങി. നമ്മളിപ്പോൾ ഉള്ളത് പാർക്കിലാട്ടോ. ഇനി നമ്മളിപ്പോ ഒരു കുത്തനെ കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ കേറാൻ പോകുന്ന സ്ലൈഡിലാണ്. നല്ല കയറ്റാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മെല്ലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ലൈഡിൽ കാണാം.
ഗൈസ് പപ്പ ഉണ്ട് അവിടെ ഇരിക്കുന്നത്. നമ്മളിനി അവിടെ എത്താം. സോ ഗായ്സ് നമ്മൾ ഈ ടൊബോഗൺ റൈഡിൽ കയറി നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. ഇതെന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ലെഡ്ജിലിരുന്നാണ് പോകുന്നത്. അതിൽ തന്നെ നമുക്കൊരു ലിവർ വന്നിട്ടുണ്ടാവും. നമ്മൾ തന്നെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനും സ്പീഡ് കൂട്ടാനും നിർത്താനും അതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് ഇത് കുത്തനെ കയറ്റമാണ്. പിന്നീട് ഇതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ താഴത്തോട്ട് വരും. ഞങ്ങൾക്കിത് 2 റൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി റൈഡായിരുന്നു കേട്ടോ ഗൈസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ലണ്ടൻ ഡോയിൽ വരുമ്പോൾ നിങ്ങൾ ഈ പിയറും ഗ്രേറ്റ് ഓർമി ട്രാമും പിന്നെ കേബിൾ കാറും ഈ ടൊബോഗൺ റൈഡൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഈ ലണ്ടൻ ഡോയിലോട്ട് വരുമ്പോൾ. പിന്നെ ഗായ്സ് നമ്മൾ പിയറിലോട്ട് വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങളതൊന്ന് നോക്കിയേ ഗായ്സ്, എന്തൊരു തിരക്കാണെന്ന്. ഇന്നലെ നമ്മൾ കണ്ട സ്ഥലമേ അല്ല. ഇന്ന് കുറേ ടൂറിസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഗായ്സ് കുറേ ഗെയിംസ് ആക്ടിവിറ്റി ഒക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ ഫുഡ് കോർട്ട്സ് എല്ലാം നല്ല സൂപ്പർ ആക്റ്റീവാണ് ഗായ്സ്. കുറേ ടൂറിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന്. പിന്നെ നമ്മൾ വേറെ ഫുഡൊന്നും മേടിക്കാൻ നിന്നില്ല. നമ്മൾ റോൾ ഐസ്ക്രീം കണ്ടപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തു. കാരണം ഇതുവരെയായിട്ട് നമ്മളത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്തു. നമ്മൾ മേടിച്ചത് കിൻഡറിൻ്റെ ആണ് കേട്ടോ. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ 4 പേരും കൂടി ഷെയർ ചെയ്താണ് അത് ഒരെണ്ണം കഴിച്ചത്. പിന്നെ ഗായ്സ് നമ്മൾ പിയറിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി താഴത്തോട്ട് വന്നപ്പോൾ നമ്മൾ ഈ ഒരു കടലിൻ്റെ ഈ ഒരു സൈഡിലത്തെ വ്യൂ കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ അവിടെ നമ്മൾ കുറച്ച് സ്റ്റോൺസൊക്കെ കളക്ട് ചെയ്തു നമുക്ക് സ്റ്റോൺ ആർട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ വേഗം ഹോട്ടലിലോട്ട് തിരിച്ച് വന്നു. നമ്മൾക്ക് ഡിന്നർ നമ്മൾ ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈമിന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു.
ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് വരാം. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് കുറെ സ്ഥലത്ത് ചുറ്റിക്കറങ്ങാനുണ്ട്. നമുക്ക് കേബിൾ കാറിൽ ഇന്നലെ കേറാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് കേറാൻ പറ്റുമോ നമുക്ക് നോക്കണം. നമുക്ക് 12 o'clockനാണ് ട്രെയിന്. അപ്പൊ ഗൈസ് നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് പോകാം. വന്നിരിക്കുന്നത് ബ്രിട്ടനിൽ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് ആയ കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഭയങ്കര ആഗ്രഹിച്ചായിരുന്നു ഗൈസ് ഈ കേബിൾ കാറിൽ കയറാനായിട്ട്. ഇന്നലെ നമുക്ക് ഇതിൽ കയറാൻ പറ്റിയില്ല, കാരണം ഇന്നലെ ഭയങ്കര വിൻഡി ആയിരുന്നു. ഇന്നലെ സബ്മിറ്റിൽ പോയപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടോ, ഭയങ്കര വിൻഡി ആയിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഈ സർവീസ് തുടങ്ങുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ 10 o'clockലാണ്. ഞങ്ങളുടെ ട്രെയിൻ എന്തായാലും 10:30 ആയിരിക്കും. മിക്കവാറും ഞങ്ങളുടെ ട്രെയിൻ മിസ് ആയിരിക്കും. എന്നാലും ഞങ്ങൾക്ക് ഇത് കയറണം. നമ്മൾ വേറെ ട്രെയിൻ ബുക്ക് ചെയ്യും. പക്ഷെ നമ്മളാണ് ഇവിടെ ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. നമ്മളിപ്പോ കയറാൻ പോവാണ്. സോ ഗായ്സ് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ലണ്ടനിൽ മാഞ്ചസ്റ്ററിലോട്ട് പോകുവാണ്. ഞങ്ങൾ നല്ല ഹാപ്പിയാണ് ഗായ്സ്. നമുക്ക് കേബിൾ കാർ നമുക്ക് കയറാൻ പറ്റുമോ ഞങ്ങൾ വിചാരിച്ചില്ല. അത് കയറാൻ പറ്റിയില്ല, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. സോ ഗായ്സ് 2 days അടിച്ചു പൊളിച്ചു. നമ്മളിത് ലഡുണ്ടോ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എനിക്കിത്തിരി ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ കിടന്നുറങ്ങി. ദിയാരെ പപ്പേൻ്റെ ഫോണിൽ പാട്ടൊക്കെ കേട്ടിരിക്കുമായിരുന്നു. അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.